Hey, my dear beautiful souls. Welcome back to my channel, Divine Speaks. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് കൺഫസ് ചെയ്യുമോ? എന്താണ് ഇപ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു എനർജി? എന്ത് തോട്ട്സ് ആണ് അവർ ഉള്ളത് അബൌട്ട് യു? നിങ്ങളെക്കുറിച്ച് എന്താണ് അവരുടെ ഉള്ളിലുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളും ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി, ഇതുവരെ പ്രണയം പറഞ്ഞിട്ടില്ലാത്ത വ്യക്തി നിങ്ങളോട് വന്ന് പ്രണയം പറയുമോ? ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ സെപ്പറേഷനോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ വഴക്ക് മറന്ന് നിങ്ങളെ കാണാൻ ആ വ്യക്തി വരുമോ? നമുക്ക് അങ്ങനെ ആ ഒരു കാര്യങ്ങളിൽ ആ ഒരു പേഴ്സന്റെ എനർജി ആൻഡ് തോട്ട്സ് എന്താന്ന് നമുക്ക് ഈ ടാരോയിലൂടെ നോക്കാം. ടാരോ എപ്പോഴും എനർജിയാണ്. എന്ത് എനർജിയാണ് അവരിപ്പോൾ റിവീൽ ചെയ്യുന്നത്? നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? അവർക്ക് എന്താണ് ട്രൂ തോട്ട്സ് അബൌട്ട് യു? അവരെന്താണ് ചിന്തിക്കുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അവര് നിങ്ങളെക്കുറിച്ച്, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? യെസ്. അവരുടെ ഇന്റൻഷൻ എന്താണ്? അവരുടെ ഫീലിങ്സ് ഉടനെ തുറന്നു പറയാൻ തയ്യാറാവുന്നുണ്ടോ? അവരിപ്പോ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ, വെരി നൈസ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് കാർഡ് നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഭയങ്കരമായ ആവേശത്തില് അല്ലെങ്കിൽ ഭയങ്കര തീവ്രമായ ആള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ രണ്ട് രീതിയിൽ അത് നോക്കുന്നുണ്ട്. ഒന്ന്, ഒരു പുതിയ ലവ് നിങ്ങളെ തേടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളോട് വന്ന് പ്രണയം പറയുമോ? ആ ഒരു എനർജിയും ഒപ്പം തന്നെ ചെറിയ സൗന്ദര്യ പിണക്കത്താൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ, തർക്കങ്ങളിൽ ഒക്കെ ഒന്ന് മാറി നിൽക്കുന്ന ആ രണ്ടുപേരില്ലേ, അവരിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ അദ്ദേഹം വന്ന് അല്ലെങ്കിൽ അവർ വന്ന് നിങ്ങളോട് പറയുമോ, അല്ലെങ്കിൽ അവർ വന്ന് നിങ്ങളോട് കൺഫസ് ചെയ്യുമോ അവരുടെ ഫീലിങ്സ് എന്താന്ന്? ഓക്കെ, അവർ നിങ്ങളെ തേടി വരുന്നോ, നിങ്ങളെ കോൾ ചെയ്യോ, കോണ്ടാക്ട് ചെയ്യോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റൈറ്റ്, രണ്ട് രീതിയിലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് തന്നെ നൈറ്റ് ഓഫ് സോട്ട്സ് ആണ്. ഭയങ്കരമായ എനർജിയാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പൂർണ്ണമായി അവർ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും മനസ്സിനുള്ളിൽ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ബാഹ്യമായി എക്സ്റ്റേണലി ഒക്കെ അവര് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ പണ്ടത്തെയാണോ അതോ ഇപ്പോഴ് ഉള്ള ഒരു രീതിയാണോ എന്നറിയില്ല. ആ പേഴ്സണിന് ഒരു ചെറിയ ഈഗോയുടെ ഒരു എന്താ പറയാ, ഈഗോ ക്ലാഷ് അല്ലെ, അത് ആളുടെ ഉള്ളിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് പറയണോ, അത് ശരിയാവുമോ, എനിക്ക് ഒരു കുറച്ച് ഇടിവ് സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലും കൂടി ഇതിനിടയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് കുറച്ച് നീണ്ടുപോകുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പോ ആള് കറന്റ്ലി അദ്ദേഹം സ്വയം മനസ്സിലാക്കുകയാണ്, അഭിമാനം വെച്ചിങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, സ്നേഹത്തിനാണ് കൂടുതൽ വില കൽപ്പിക്കേണ്ടത്. സോ കൂടുതൽ വില കൽപ്പിക്കേണ്ടത് സ്നേഹത്തിനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളോട് വന്ന് കൺഫസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ആ ഒരു സ്റ്റേജിലും ആൾക്ക് പഴയ ഒരു ഭയം, അല്ലെങ്കിൽ പണ്ട് വഴക്കോ എന്തെങ്കിലും തർക്കങ്ങളോ നടന്നിരുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു പേടി ഇല്ല. പുതിയ ഒരു അഫെയർ ആണെങ്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആകുലതയൊക്കെ ഉള്ളിലുണ്ട്. ആള് വളരെ എന്താ പറയാ, വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ക്ലിയർ. പക്ഷെ എന്ത് വന്നാലും കുഴപ്പമില്ല, ഇത് അറിയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ ഉറച്ച എന്താ പറയാ,
പ്രതിജ്ഞ എടുത്തതുപോലെ ആ ഒരു തീരുമാനം ഉറച്ചതായിരുന്നുകൊണ്ട് തന്നെ നിങ്ങളോട് അടുത്ത് വരും. നിങ്ങളോട് വന്ന് ആളുടെ ഫീലിങ്സ് പറയും, അല്ലെങ്കിൽ പ്രണയം തുറന്നു പറയും. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് മേജർ അർക്കാന കാർഡാണ്, ദ സ്റ്റാർ കാർഡ്. നമുക്ക് എനിക്കിത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ടോപ്പിക് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ആവുന്നത് വളരെ പ്ലസന്റ് ആയിട്ട്, വളരെ ഹോപ്പ്ഫുള്ളി ആള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളോട് വന്ന് പ്രണയം പറയും. ഒരുപക്ഷെ നിങ്ങളോട് വഴക്കിട്ട് പോയ ആളാണെങ്കിൽ നിങ്ങളോട് വന്ന് ഒരു സോറി പറഞ്ഞിട്ടായിരിക്കും ആ ഒരു എന്താ പറയാ വികാര നിമിഷം, അല്ലെ? അപ്പോൾ നിങ്ങളോടത് പൂർണ്ണമായും നിങ്ങളെ വിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കും, ആശയവിനിമയം നടത്തും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ സ്നേഹത്തിന് അത്രയും എന്താ പറയാ, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വില അത്രയും മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ചെറിയ ആദ്യം ഒരു ഈഗോ ക്ലാഷ് ആണ് ആൾക്ക് ഫീൽ ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരു പേടി, നിങ്ങൾ എങ്ങനെ ആണ് പ്രതികരിക്കുക എന്നുള്ളൊരു പേടിയാണ് ആൾക്ക് തോന്നിയത്. അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് എന്താ പറയാ, ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ആള് വരിക. അപ്പോ ഈ ഒരു ചെറിയ വഴക്കിലോ ചെറിയ പിണക്കത്തിലോ അല്ലെങ്കിൽ പുതിയ ഒരു ആളെ പ്രതീക്ഷിക്കുന്നയോ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തികൾ എന്തുകൊണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും, ആളുടെ ഫീലിങ്സ് തുറന്നു പറയും. അത് കഴിഞ്ഞ് വളരെ നല്ല ഒരു ലൈഫാണ്, അല്ലെങ്കിൽ വളരെ നല്ല ഒരു ലവ് പാത്താണ് നിങ്ങളുടെ ഉള്ളില്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നില്, നിങ്ങളുടെ മുന്നില് ഉള്ളത്. ഓക്കെ, സോ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ആ കിട്ടിയ ഒരു ഡിവൈൻ ലവ് നഷ്ടപ്പെടുത്താതിരിക്കുക, അതിനെ കൂടെ കൂട്ടുക, അത് ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് അപ്പോൾ ഇതിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കുക. ഓക്കെ, so hope you like this video. Stay tuned. Have a nice day.